തിരുവനന്തപുരം നെടുമങ്ങാട് 16-കാരന് മർദ്ദനം. സമപ്രായക്കാരാണ് മർദ്ദിച്ചത്. പെൺകുട്ടിയെക്കുറിച്ച് മോശം പരാമർശം നടത്തിയെന്ന് ആരോപിച്ചാണ് മർദ്ദനം. ദൃശ്യങ്ങളിലേക്ക്. അവന്റെ പെണ്ണിനെ എന്തിനാ പറഞ്ഞേ? ഈ പ്രശ്നം ഇവിടെ തീരാത്തിനെ ഇല്ലെങ്കിൽ ഇതേപോലെ കണ്ട വേണം എത്ര നീരിക്കും. ചന്തു ചന്ദ്രശേഖരന്റെ വിവരങ്ങളുമായി. ചന്തു, സമപ്രായക്കാരുടെ മർദ്ദനമേറ്റ് ഒരു കുട്ടി മരിച്ചതിന്റെ ഞെട്ടൽ, ആ വേദന നമ്മളിൽ നിന്നും മാറിയിട്ടില്ല. അതിന് തൊട്ട് പിന്നാലെ സമാനമായ രീതിയിൽ സമാനമായൊരു സംഭവം വരുന്നു നെടുമങ്ങാട്. എന്താണ് സംഭവം? തീർച്ചയായിട്ടും സേതുലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. ഫെബ്രുവരി 16-ാം തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ കുട്ടികളെല്ലാം കഴിഞ്ഞ വർഷം തന്നെ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയതിനു ശേഷം തുടർ പഠനത്തിന് പോകാതെ വെറുതെ നിൽക്കുന്ന കുട്ടികളാണ്. ഇതിൽ ഒരു കുട്ടി മാത്രമാണ് +1 അപേക്ഷ നൽകുകയും +1 പഠനത്തിലേക്ക് പോവുകയും ചെയ്തത്. 16-ാം തീയതി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. ഈ സംഭവത്തിന്റെ പശ്ചാത്തലം, ഒരു പെൺകുട്ടിയെ ഈ മർദ്ദനമേറ്റ കുട്ടി മോശമായ പരാമർശം നടത്തിയെന്ന് ആരോപിച്ചാണ് ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ ചേർന്ന് ഈ കുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുകയും തൊട്ടടുത്തുള്ള ഒരു തോട്ടത്തിലേക്ക്, ഒരു കൃഷി സ്ഥലത്തേക്ക് കൊണ്ടുപോയും അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. ഇത്ര ദിവസമായി പക്ഷേ ഇവർ പരാതിയൊന്നും കൊടുത്തിരുന്നില്ല. പക്ഷെ വളരെ ക്രൂരമായ ആക്രമണം ഉണ്ടായി എന്ന തരത്തിൽ ഈ ദൃശ്യങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ പരാതിയുമായി എത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ കുട്ടിയെ വിളിച്ചിറക്കുകയും ഈ മോശ പരാമർശം നടത്തി, ഈ പെൺകുട്ടിയെ മോശ പരാമർശം നടത്തി എന്ന തരത്തിൽ ചോദ്യം ചെയ്യുകയും ക്രൂരമായി ഒരു വാഴത്തോപ്പിൽ വെച്ച് ഈ കുട്ടിയെ മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നെടുമങ്ങാട് പനക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഈ പരാതിയിൽ കേസ് എടുത്തിട്ടുമുണ്ട്. തുടർ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം 18 വയസ്സിന് താഴെയുള്ളവരാണ് ഈ മർദ്ദനം ഏറ്റവരും മർദ്ദിച്ചവരും 18 വയസ്സിന് താഴെയുള്ളവരാണ്. അപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള നടപടികളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. എന്തായാലും പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സേതുലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടികളുടെ ഇടയിലെ അക്രമവാസനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത സംഭവങ്ങളുമായി ഈ വിഷയവും കൂട്ടി യോജിപ്പിക്കപ്പെടേണ്ടതുണ്ട്. കാരണം കുട്ടികളുടെ ഇടയിൽ എന്താണ് ഇത്ര തരത്തിലുള്ള അക്രമവാസന ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ പോകേണ്ടതുണ്ട്. എന്തായാലും ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ, ഈ മർദ്ദനമേറ്റ 16 വയസ്സുകാരന്റെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി ചന്തു. തിരുവനന്തപുരം നെടുമങ്ങാടാണ് 16-കാരന് സമപ്രായക്കാരിൽ നിന്ന് അതിക്രൂരമായ മർദ്ദനം ഏറ്റിരിക്കുന്നത്. ചന്തു ചന്ദ്രശേഖരാണ് വിവരങ്ങൾ നൽകിയത്.